ഡിയൻ കുര്യാക്കോസ് എം പി ആണ് നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. ഡീൻ, സ്വാഗതം. ഏതായാലും അത് വനം വകുപ്പിൻ്റെതെന്നും വിശ്വാസികൾ അവരുടേതെന്നും പള്ളിയുടേതെന്നും പറയുന്ന ഒരു തർക്കഭൂമിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് തൊമ്മൻകുത്ത്. അതായത് അതിപ്പോൾ ഒരു തർക്കഭൂമിയായി മാറിയിരിക്കുന്നു. പക്ഷേ ഇന്ന് അവിടേക്ക് കുരിശിൻ്റെ വഴി നടക്കുകയാണ്. അത് വിശ്വാസത്തിൻ്റെ പേരിലുള്ള ഒരു മുതലെടുപ്പ് തന്നെയല്ലേ? അതിനെ എന്തിന് രാഷ്ട്രീയ പാർട്ടികൾ അനുകൂലിക്കണം? പ്രത്യേകിച്ചും താങ്കളെപ്പോലുള്ള ജനപ്രതിനിധികൾ. വനംവകുപ്പ് കാണിക്കുന്ന ശുദ്ധ തോന്നിവാസം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്നിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിക്കുക. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാതെ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. എന്താണ്, നിങ്ങൾ ഒരുപാട് വിഷയങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു കയ്യേറ്റ ഭൂമിയിൽ അവിടെ ഒരു കുരിശ് സ്ഥാപിച്ച് അനാവശ്യമായി ഈ പറയപ്പെടുന്ന പോലെ കയ്യേറ്റം നടത്തുന്ന ആളുകൾ പല വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും. അതുപോലെയാണ് ഒരു ഇടവക ദേവാലയം അവരുടെ വിശ്വാസ സംരക്ഷണത്തിൻ്റെ ഭാഗമായി കൈവശ ഭൂമിയിൽ ഒരു കുരിശ് സ്ഥാപിച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനെ കാണേണ്ടത്. ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾ അങ്ങനെ സംസാരിക്കരുത്. ഞാൻ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുക. എത്രയോ പതിറ്റാണ്ടുകളായി അവിടെ ആളുകൾ താമസിക്കുകയാണ്. 60 വർഷത്തിലധികമായി കൈവശ അവകാശമുള്ള ഒരു ഭൂമിയാണത്. അവിടെ ആ പ്രദേശത്ത് ചുറ്റുപാട് പട്ടയം കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് തന്നെ അല്ലേ പട്ടയം കൊടുത്തിട്ടുള്ളതാണ്. ഈ പറയപ്പെടുന്ന പ്രദേശം മണ്ണപ്പുറം പഞ്ചായത്തിനുള്ളതാണ്. തൊട്ടടുത്ത കരിമണ്ണൂർ പഞ്ചായത്തിലാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇതൊക്കെ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കറിയാം. വനംവകുപ്പിൻ്റെ ഗൂഢ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ കൈവശ ഭൂമിയിൽ അവകാശം സ്ഥാപിക്കലാണ്. അവിടെയെല്ലാം വനമാണ് എന്ന് പ്രഖ്യാപിച്ച് വനവിസ്തൃതി വർദ്ധിപ്പിച്ച് അവിടെ നിന്ന് ആളുകളെ കുടിയൊഴിപ്പിച്ചു വിടുക എന്നുള്ളതാണ്. ഇതൊരു ആദ്യത്തെ അനുഭവമല്ല. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ധാരാളം റിസർവുകൾ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ചെങ്കളത്ത് നമുക്ക് കാണാൻ കഴിയും, അത് കുടയത്തൂരിൽ കാണാൻ കഴിയും, അത് കുമളിയിൽ കാണാൻ കഴിയും, ചിന്നക്കനാലിൽ കാണാൻ കഴിയും. അങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട്. ഞാൻ എല്ലാ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇത് ഇവരുടെ ഒരു തുടർ പ്രക്രിയയാണ്. അപ്പോൾ എവിടെയെല്ലാം കൃഷിക്കാർ താമസിക്കുന്നുണ്ടോ, കൈവശ ഭൂമിയുണ്ടോ, അവിടെ പട്ടയം കൊടുക്കാൻ നിയമം വഴി ഈ രാജ്യത്ത് എല്ലാ തരത്തിലുമുള്ള അനുവാദമുണ്ട്. അപ്പോൾ ഗവൺമെൻറ് അതിൻ്റെ ഭാഗമായി ജോയിൻറ്റ് വെരിഫിക്കേഷന് വേണ്ടിയതായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആ ജോയിൻറ്റ് വെരിഫിക്കേഷൻ പൂർത്തിയാകുന്നതിന് മുൻപേ വനംവകുപ്പ് കൈവശ ഭൂമിയിൽ കയറി നടത്തിയിട്ടുള്ള ഈ അതിക്രമത്തെ എല്ലാ തരത്തിലും ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കും. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. ഇവിടെ വനംവകുപ്പിന് യാതൊരു അവകാശവും ഇല്ലാത്തൊരു ഭൂമിയാണിത്. അത് ഏത് തലത്തിൽ നമുക്ക് സ്ഥാപിക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം ആ കുരിശ് പൊളിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ഇടവക ദേവാലയം സ്ഥാപിച്ച് കുരിശ് പൊളിക്കാൻ ആരാണ് അനുമതി കൊടുത്തത്? അപ്പോൾ ഗവൺമെൻറ് മറുപടി പറയണം. ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റാണ് ഇക്കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ഇന്ന് ദുഃഖവെള്ളിയാഴ്ച അവിടെ പ്രാർത്ഥന നടത്താൻ പോകുമ്പോൾ അവിടെ കയറിയും വനംവകുപ്പ് വന്നിരിക്കുകയാണ്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതിന് പിന്നിലുള്ള ഗൂഢോദ്ദേശം അവിടെ വനവൽക്കരണം നടത്തി ആളുകളെ കുടിയൊഴിപ്പിച്ചു വിടുക എന്നുള്ളതാണ്. അതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പുണ്ടാവും. ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അതിന് ഞാൻ മുൻപിൽ നിൽക്കുകയും ചെയ്യും. ഡീൻ, അതിന് ഇടപെടുവാനുള്ള സാഹചര്യം വനം വകുപ്പ് പറയുന്നത് കൈവശാവകാശ രേഖയുള്ള ഭൂമിയിൽ അത് കൃഷിക്കോ താമസത്തിനോ ഉപയോഗിക്കാം, പക്ഷേ അവിടെ മതചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ കുരിശ് നാട്ടുകയാണ്. ഏതാണ്ട് ഇപ്പം 3-4 ദിവസമേ ആയിട്ടുള്ളൂ കുരിശ് നാട്ടുന്നത്. അപ്പോൾ അവിടെ കുരിശ് നാട്ടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അവിടെ കൃഷിയല്ല നടത്തുന്നത്, താമസമല്ല നടത്തുന്നത്, അവിടെ മതചിഹ്നം നാട്ടുന്നത് എന്തിനു വേണ്ടിയാണ്? ഇത് പറയാൻ വനംവകുപ്പ് ആരാണ്? അതിനുള്ള അവകാശം ഗവൺമെൻറ് വനംവകുപ്പിന് കൊടുത്തിട്ടുണ്ടോ? ഈ പറയുന്നത് വനംവകുപ്പുകാർ അവിടെ വനത്തിനുള്ളിലെ കാര്യം നോക്കിയാൽ മതി. വനത്തിനുള്ളിൽ നിൽക്കുന്ന വന്യമൃഗങ്ങളെ അവിടെ തന്നെ സംരക്ഷിച്ച് നിർത്താനുള്ള ചുമതലയാണ് അവർക്കുള്ളത്. അവർക്ക് അതിനൊന്നും കഴിയില്ലല്ലോ. ഈ നാട്ടിലേക്ക് മുഴുവൻ വന്യമൃഗങ്ങളെ ഇറക്കി വിട്ട് നാട്ടുകാരെ മുഴുവൻ അവിടെ നിന്ന് ഓടിച്ച് പായിച്ച് എത്ര ആളുകളാണ് ഇവിടെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷി നശിപ്പിച്ച് ഇവിടെ ജീവിക്കാൻ വയ്യാത്ത പരിസ്ഥിതി ഉണ്ടാക്കി ആളുകളെ ഭയപ്പെടുത്തുകയല്ലേ. അതൊക്കെ അവർ നോക്കട്ടെ. അവർ ഈ പറയപ്പെടുന്നത് പോലെ വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ സംരക്ഷിച്ച് നിർത്തി വനം സംരക്ഷിച്ച് നിർത്തട്ടെ. ഇവിടെ കൃഷിഭൂമിയിൽ കൃഷിക്കാരുടെ അവകാശം സ്ഥാപിച്ചെടുക്കാൻ ഞങ്ങൾക്കറിയാം. ഇനി അതല്ലെങ്കിൽ ഈ രാജ്യത്ത് നിയമമുണ്ട്. ആ നിയമത്തിന്റെ പരിരക്ഷ മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഇവിടെ ആരാധനാലയങ്ങൾ നെടുവക്കാട് സെക്ഷനിൽ പെടുന്ന ഭൂമിയാണ് എന്ന് വനം വകുപ്പ് പറയുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ കുരിശ് സ്ഥാപിച്ചപ്പോൾ കേസെടുത്തതും. അങ്ങനെ പ്രശ്നമുണ്ട് എങ്കിൽ നേരെ കോടതിയിലേക്ക് പോകാമല്ലോ. നമുക്ക് നിയമവും കോടതിയും ഒക്കെ ഉണ്ടല്ലോ ഡീൻ. പക്ഷേ അവിടേക്ക് കുരിശ് സ്ഥാപിക്കുന്നു, അവിടേക്ക് ഈ ദുഃഖവെള്ളി ദിവസം കുരിശിന്റെ വഴി നടത്തുന്നു. അത് പ്രകോപനപരമല്ലേ? ഒരിക്കലുമല്ല. എന്തിനാണ് കോടതിയിലേക്ക് പോകേണ്ടത്? നമുക്ക് അവകാശപ്പെട്ട ഒരു ഭൂമിയിൽ നമുക്ക് ജീവിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. അതിന് വെറുതെ നമ്മൾ തന്നെ കോടതി പോകുന്നതിനകത്ത് ഗവൺമെൻറ് മറുപടി പറയട്ടെ. ഗവൺമെൻറ്റിൻ്റെ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികളുണ്ടല്ലോ, അവർ മറുപടി പറയട്ടെ. അവർ ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ലല്ലോ.
അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒളിച്ചുകളി നടത്തുന്നത് ഈ ഗവൺമെൻറ് തന്നെയാണ്. ഗവൺമെൻറ് ഈ കാര്യത്തിൽ മറുപടി പറയണം. ഇവിടെ ഈ പറയപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക വേണ്ടത്. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ പട്ടയം നൽകുന്ന നടപടികളുടെ ഭാഗമായി ജോയിൻറ്റ് വെരിഫിക്കേഷന് വേണ്ടി ഗവൺമെൻറ് തന്നെ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ജോയിൻറ്റ് വെരിഫിക്കേഷൻ്റെ മുന്നേ വനംവകുപ്പ് കയറി ഇവിടെ അതിക്രമം ചെയ്തിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? അനാവശ്യമായി തർക്കഭൂമിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ്. ആ വരുത്തി തീർക്കൽ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർത്ത് ജോയിൻറ്റ് വെരിഫിക്കേഷന് മുന്നേ ഒരു സങ്കീർണമായ ഒരു അവസ്ഥ സൃഷ്ടിച്ച് ഒരു പശ്ചാത്തലം ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലായിട്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയും. പള്ളിക്ക് അവകാശമുള്ള ഭൂമിയിലാണ് കുരിശ് സ്ഥാപിച്ചതെങ്കിൽ ആ കുരിശ് നീക്കം ചെയ്യുമ്പോൾ അതിനെതിരെയും നടപടി സ്വീകരിക്കേണ്ടതല്ലേ? അവിടേക്ക് പ്രാർത്ഥന നടത്തുക മാത്രമല്ലല്ലോ ചെയ്യേണ്ടത്, കുരിശിൻ്റെ വഴി നടത്തുക മാത്രമല്ലല്ലോ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് കുരിശ് പൊളിച്ചു മാറ്റിയ കുരിശ് അവരുടെ ഓഫീസിൽ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട പള്ളിയുടെ അധികാരികൾ, അവിടെ വികാരി അച്ഛൻ ഉൾപ്പെടെയുള്ളവർ ഗവൺമെന്റിന് പരാതി കൊടുത്തിട്ട് പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. അവരെന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാമല്ലോ. അതിനുശേഷം ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അതായത് ഇവിടെ ഈ പറയപ്പെടുന്നത് പോലെ ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ടും അതുപോലെ മലയോര മേഖല കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു യാഥാർത്ഥ്യം, കൈവശ ഭൂമിയിലാണ് ആരാധനാലയങ്ങൾ മുഴുവൻ നിൽക്കുന്നത്. എല്ലാ പട്ടയ വസ്തുവിൽ തന്നെയാണ് ആരാധനാലയങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്. ആരാധനാലയങ്ങൾ മാത്രമല്ല, അവിടെ ധാരാളം മതസ്ഥാപനങ്ങളുണ്ട്, ധാരാളം വിദ്യാലയങ്ങളുണ്ട്, ആശുപത്രികളുണ്ട്. കൃഷി ചെയ്യാനും വീട് വെക്കാനും മാത്രം അനുവാദമുള്ള ഭൂമിയിൽ തന്നെയാണ് ഈ ടൗൺഷിപ്പുകളെല്ലാം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. അതല്ലാതെ തെറ്റിദ്ധാരണയൊന്നും വേണ്ട. അപ്പോൾ വനംവകുപ്പിന്റെ ഈ വാദം മതചിഹ്നങ്ങൾ സ്ഥാപിക്കാൻ പാടില്ല എന്ന വാദം ശരിയല്ല എന്നാണോ താങ്കൾ പറയുന്നത്? അതല്ലെങ്കിൽ നിയമം മൂലം അങ്ങനെ, വന നിയമത്തിൽ അങ്ങനെ ഇല്ല എന്നാണോ പറയുന്നത്? 100% വനഭൂമി സംരക്ഷിക്കാനുള്ള അവകാശം മാത്രമേ അവർക്കുള്ളൂ. വനഭൂമിയാണ് എന്ന് ഈ ഗവൺമെന്റ് ചൂണ്ടിക്കാണിക്കുന്ന മേഖല മാത്രമേ സംരക്ഷിക്കാൻ അവർക്ക് അവകാശമുള്ളൂ. അല്ലാതെ വനംവകുപ്പിന്റെ ഏതെങ്കിലും ഒരു താഴെക്കടയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് ഇത് ഞങ്ങൾ മുഴുവൻ കേരളത്തിന്റെ വനമാണ് എന്ന് പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കേണ്ട കാര്യം ഈ നാട്ടിലുള്ള ഒരാൾക്കും ഇല്ല. ഇവിടെ ഞാൻ പറഞ്ഞതിന് ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതായത് ഇടുക്കി ജില്ലയിൽ നിന്ന് മാത്രമല്ല, കേരള സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മിക്കവാറും പ്രദേശങ്ങളിൽ ധാരാളം ടൗൺഷിപ്പുകൾ, അതോടൊപ്പം ആരാധനാലയങ്ങൾ, അതോടൊപ്പം മതസ്ഥാപനങ്ങൾ, വിദ്യാലയങ്ങൾ, ആശുപത്രികൾ, ധാരാളം പൊതുസ്ഥാപനങ്ങൾ, ഇതെല്ലാം എല്ലേ പട്ടയ വസ്തുവിൽ കൈവശ ഭൂമിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിനെ ഒരിക്കലും തെറ്റാണ് എന്ന് ഒരു ഗവൺമെന്റ് ഇവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒരു ഗവൺമെന്റ് അങ്ങനെയാണെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളായ നിങ്ങൾ, ഡീൻ കുര്യാക്കോസ്, അങ്ങനെയാണെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളായ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് നോക്കുകയല്ലേ വേണ്ടത്? ജനങ്ങളെ, വിശ്വാസികളെ പോലീസിന് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയല്ലോ വേണ്ടത്. അല്ലെന്നേ, അവിടെ ആ പറയപ്പെടുന്നത് പോലെ ദുഃഖവെള്ളിയാഴ്ച ആചരണം നടത്താൻ അവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. അവിടെ പ്രദക്ഷിണം നടത്താനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ആ ഇടവകയ്ക്കുണ്ട്. ഇന്ന് സംഭവിച്ച കാര്യമല്ലേ ഉള്ളൂ. അപ്പം ഞാനിത് പറയുന്നത്, ഈ പറയപ്പെടുന്ന തരത്തിൽ യാതൊരു പ്രകോപനവുമില്ലാതെ ദുഃഖവെള്ളിയാഴ്ച ആചരണത്തിൻ്റെ ഭാഗമായി അവിടെ പ്രദക്ഷിണം നടത്തിയ ഈ വിശ്വാസികൾക്കെതിരെ ഒരു കടന്നുകയറ്റം നടത്തിയത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി എന്നുള്ളതിൽ അത് ഫാസിസ്റ്റ് നടപടിയാണ് എന്ന് സൂചിപ്പിച്ചത്. വെറുതെ പറഞ്ഞതല്ല, ഫാസിസ്റ്റ് നടപടി തന്നെയാണ്. ഭരണഘടനാ വിരുദ്ധമായ ഇടപെടലാണ് അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും പോലീസുകാരും ചെയ്തിട്ടുള്ളത്. അവിടെ ഇടവക വികാരി അച്ഛൻ അവിടെ പരാതി പോലീസിന് കൊടുത്തിട്ടുണ്ട്. അവരെന്താ നടപടി സ്വീകരിക്കുന്നതെന്ന് നോക്കാം. തുടർന്നുള്ള ദിവസങ്ങളിൽ തുടർന്നുള്ള ഇടപെടലുകളുമായി ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. നന്ദി ശ്രീ ഡീൻ കുര്യാക്കോസ് MP. താങ്കളുടെ നിലപാട് വ്യക്തമാണ്. വളരെയധികം നന്ദി ഞങ്ങളുടെ ഒപ്പം ഈ സംവാദത്തിനായി എത്തിച്ചേർന്നതിന്.